ഈ കോവിഡ് കാലത്ത് നമ്മളുടെ എല്ലാ ആരാധനാലയങ്ങളും ഏറെക്കാലം അടച്ചിട്ടിരുന്നു. അന്ന് ഒന്നും ആർക്കൊരു പരിഭവമോ അതിലെന്തെങ്കിലും ഒരു ആചാരലംഘനമോ ഒന്നും അന്ന് തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സമൂഹം വീണ്ടും ഒരുപാട് പുറകോട്ട് പോയിരിക്കുകയാണ്. ഇന്നിപ്പോൾ കോഴിക്കോട് ഒരു നാട് നന്നാവാനായിട്ട് യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരാൾ പ്രസംഗിച്ചു, വെള്ളിയാഴ്ച പ്രത്യേക പ്രാർത്ഥന നടത്തിയിട്ട് നമുക്ക് ചൂടൊന്ന് കുറയ്ക്കണം, ദൈവത്തിനോട് പ്രത്യേക പ്രാർത്ഥന നടത്തണം എന്ന് പറഞ്ഞു. ഇത് എന്തെങ്ങനെ പുറകോട്ട് പോവുകയാണ്, സമൂഹം ഇങ്ങനെ വല്ലാതെ പുറകോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ട് കണ്ടിന്യൂഷൻ തന്നെ ആയിരിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ യുക്തിവാദികളെ അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്നവരൊക്കെ ഒരു നികൃഷ്ട ജീവികളായിട്ട് പൊതുസമൂഹം കാണുന്നത് വർദ്ധിക്കുകയാണ്. അത് കുറയല്ല എന്നിങ്ങനെ തോന്നുകയാണ്. അതൊക്കെ അതിനെ പറ്റിയിട്ടൊരു കമൻറ്റ് പറയുന്നത് അല്ല. ഇതൊരു പുതിയ ഒരു ഫിനോമിനയാണ് ഇപ്പം നിങ്ങൾ ഈ പറയുന്നത്. അത് നമ്മളിങ്ങനെ ഇങ്ങോട്ടൊന്നും മനസ്സിലാക്കേണ്ടത്. രണ്ടാം ലോകമഹായുദ്ധം തീർന്ന് ലോകവ്യാപകമായി രാജാക്കന്മാർ, പണ്ട് അന്യരാജാക്കന്മാരില്ല, രാജാക്കന്മാരും ഉണ്ടായിരുന്നു. മറ്റ് രാജ്യത്തുള്ള രാജാക്കന്മാരെ അന്യരായി കാണുന്ന ജനസമൂഹം ലോകത്തുണ്ടായ സമയത്തിനാണ് സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്. അങ്ങനെയാണ് ഇംഗ്ലണ്ടിലല്ല അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടായ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അതിനു മുമ്പൊന്ന് എന്തെങ്കിലും സ്വാതന്ത്ര്യ സമരം എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയില്ല. കാരണം ഒരു രാജാവ് മറ്റൊരു രാജാവിനെ തോൽപ്പിച്ചാൽ ഈ രാജാവിൻ്റെ പ്രജകളെല്ലാം മറ്റേ രാജാവിൻ്റെ പ്രജയായി മാറും. അല്ലാതെ ഈ ജനങ്ങൾക്ക് ഇതിനകത്തൊന്നും യാതൊരു ഇടപെടലും. പക്ഷെ അവിടെ നിന്നെല്ലാം പോയി രാജാവിൻ്റെ പ്രജയല്ലാതെ രാജ്യത്തെ പ്രജയായി നമ്മൾ മാറി. പൗരനായിട്ടില്ലേ, രാജ്യത്തിൻ്റെ പ്രജയായി മാറിയ ബോധത്തിലാണ് ഇന്ന് മനുഷ്യരെല്ലാവരും ഉള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ഒരു കൂട്ടരെ തോൽപ്പിക്കാനല്ലാതെ ഭരിക്കാൻ ഇപ്പോൾ പറ്റത്തില്ല. ഭരിക്കാൻ കഴിയാതായിരിക്കുന്നത് അതുകൊണ്ടാണ്. ബോംബൊക്കെ ചെയ്യാം, തോൽപ്പിക്കാം. പക്ഷെ അവിടെ പോയി എന്നാൽ ഞങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ലെന്ന് മാത്രമല്ല, കൊല്ലപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ എല്ലാ ദിവസവും കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇന്ന് അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചാലും ഇറാഖിനെ തോൽപ്പിച്ചാലും ഒന്നും അമേരിക്കക്കാർ അവിടെ ഇരിക്കാത്തത്. അതുകൊണ്ടാണ് ഭരിക്കാൻ പറ്റത്തില്ല. ആ ലോകം പോയി. ഇങ്ങനെ ഇരുന്ന ഒരു സ്ഥലവും ഈ സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞ് നിന്നിരുന്ന ഒരു കാലത്തായിരുന്നു നമ്മളെല്ലാവരും ഈ ഭൂമിയിലെ മിക്കവാറും എല്ലാ സ്ഥലത്തും തെരഞ്ഞെടുപ്പൊക്കെ വന്ന് കുറച്ച് രാജാക്കന്മാർ മാത്രം അവിടെ ഇവിടെയൊക്കെ അമേരിക്കക്കാർ പൊക്കി വെച്ചിരിക്കുന്ന കുറച്ച് രാജാക്കന്മാരൊക്കെ അവിടെ ഇവിടെ ഉണ്ടെന്നുള്ളതല്ലാതെ ബാക്കി മുഴുവൻ സ്ഥലത്തും രാജാക്കന്മാരില്ലാതായിപ്പോയി. പക്ഷെ അങ്ങനെ രാജാക്കന്മാരില്ലാതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറിയിട്ടില്ലായിരുന്ന ഒരു പ്രശ്നം കൊണ്ട്. അപ്പോൾ ആ ഒരു മാറ്റത്തിന് ശേഷം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരും ഭരിക്കുക എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ജനാധിപത്യ രാജ്യങ്ങളിൽ മുഴുവൻ സംഭവിച്ചത്. ജനസേവനമല്ല സംഭവിച്ചത്. ജനാധിപത്യത്തിൽ ഭരണക്കാർ വീണ്ടും നമ്മൾ തിരഞ്ഞെടുത്ത ഭരണക്കാരെ ഉണ്ടാക്കുന്നിടത്ത് അവരുടെ മുന്നേ വന്ന ഏറ്റവും വലിയ പ്രശ്നം അധികാരത്തിലേറാൻ, അങ്ങനെയാണ് വാക്കുകാൻ, അടുത്ത അധികാരത്തിലേറാൻ നമ്മൾ പോവുകയാണ്. അങ്ങനെ അധികാരത്തിലേറണമെങ്കിൽ ഒരു വോട്ടധികം വേണം. അപ്പോൾ ഒരു വോട്ടധികം വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ഒന്നിച്ച് വോട്ടിടുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അവരെ അവിടെ തന്നെ നിർത്തുന്നതാണ് നല്ലതെന്ന് എല്ലാ രാഷ്ട്രീയക്കാരും കണ്ടുപിടിച്ചു എന്നുള്ളതാണ് പറ്റിയത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് എവിടെങ്കിലും ഇലക്ഷന് നിന്നാൽ എത്ര വോട്ട് കിട്ടും? എൻ്റെ താരമേനെ നമ്മൾ മനുഷ്യരാണെന്നൊക്കെ വിചാരിക്കുന്നവരാണല്ലോ ഈ ഇരിക്കുന്നതൊക്കെ. എന്നെ നിർത്തിയ ഒരു 500 തൊട്ട് 1000 വോട്ട് ഒരു സ്ഥലത്ത് കിട്ടും. ജയിക്കത്തില്ല. പക്ഷെ ജയിക്കാതെ നമുക്ക് ഭരണത്തിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു 70-75 വർഷമായിട്ട് ഇത് ഇന്ത്യയിലെ പ്രശ്നം മാത്രമല്ല, ലോകം മുഴുവനുള്ളൊരു പ്രശ്നം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് ഒരു വോട്ടധികം വേണം. അതെങ്ങനെങ്കിലും കിട്ടാൻ പറ്റുന്നവരെ ഇടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്നതിനുള്ള ടെക്നിക്ക് എന്നുള്ള നിലവാരത്തിൽ ജനങ്ങൾ പൗരബോധമുള്ളവരായിട്ട് ക്ലാസ് റൂമിൽ പഠിപ്പിച്ചാലേ പൗരന്മാരാവുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും വീട്ടിൽ പഠിപ്പിക്കുന്ന അനുസരണ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ തന്നെയാണ്. നിങ്ങളെല്ലാവരും വളർത്തുന്നത് എല്ലാ അനുസരണക്കാരെ തന്നെയാണ് വളർത്തുന്നത്.
ഇപ്പം പറഞ്ഞാൽ അനുസരിക്കുന്ന പ്രജകളെ ഉൽപ്പാദിപ്പിക്കുന്ന വീടുകളൊക്കെ അവിടെ തന്നെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ക്ലാസ് റൂമൊക്കെ അങ്ങനെ പരീക്ഷയൊക്കെ നടത്തി ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ഒക്കെ. അല്ല, കുട്ടികളെ പഠിപ്പിക്കുന്നവർ പരീക്ഷയ്ക്ക് തോക്കുകയും ജയിക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടാകും, പഠിപ്പിച്ചാൽ പോലും. അപ്പം അവരെ കുറച്ച് പേരെ നമുക്ക് ആവശ്യമുണ്ട്, ബാക്കിയുള്ളവരെ കളയാം എന്നുള്ള യുക്തിയാണല്ലോ പരീക്ഷ, അല്ലാതെ എല്ലാവർക്കും വേണ്ടിയല്ലത്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കണം. അങ്ങനെ പൗരബോധ നിർമ്മാണം നടന്നിട്ടില്ലാതിരിക്കുകയും എൻ ബ്ലോക്കായിട്ട് വോട്ട് മേടിക്കാനായിട്ട് എളുപ്പം നമ്മുടെ ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്ന എവിടെ ഉണ്ടോ അവിടെ അങ്ങനെ തന്നെ നിർത്തിയാൽ മതി എന്ന് കണ്ടെത്തിയ രാഷ്ട്രീയ പാർട്ടിയുടെ കാലത്താണ് നമ്മൾ. അപ്പോൾ ഇപ്പം നമ്മളെല്ലാവരും നിന്നാൽ ഇലക്ഷന് ജയിക്കത്തില്ല എന്ന് നമുക്കറിയുന്ന അതേ കാരണം കൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അറിയാം നമ്മുടെ ആൾക്കാരെ അവിടെ നിർത്തിയാലേ അവിടെ ജയിക്കത്തുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ നാട്ടിലും അങ്ങനെയാണ്. അങ്ങനെ വന്നപ്പോൾ ഈ ടാക്സ് എല്ലാം പിരിച്ച് രാജാവിന് കൊടുത്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ നമ്മൾ സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയുന്നിടത്ത് പോയിട്ടുണ്ട്. പക്ഷെ അമ്പലവും പള്ളിയിലും കാണിക്കയിടുന്ന കാശ് രാജാവിന് പോകുമായിരുന്നു. ആ കാശിപ്പോൾ അങ്ങോട്ട് പോകത്തില്ല, അത് ഇവരുടെ കയ്യിലായി, മത നേതാക്കളുടെ കയ്യിലായി. ഇതാണ് പറ്റിയത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരായി ഈ മത നേതാക്കൾ മുഴുവൻ മാറി. ആ മത നേതാക്കളുണ്ടാക്കുന്ന ക്ലാസ് റൂം, അവരുണ്ടാക്കുന്ന ഹോസ്പിറ്റലും, അവരുണ്ടാക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിനകത്തൂടെ ഈ പഴയ പ്രജാബോധം നിലനിർത്തുക എന്ന് പറയുന്ന പണി നിരന്തരം ചെയ്ത് നമ്മുടെ ആൾക്കാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പണിയിലാണ് അവരുള്ളത്. അവരും ഇലക്ഷൻ ഒരു വോട്ട് കൂടുതൽ വേണമെന്ന് വിചാരിച്ച് ജയിക്കാനായിട്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ബന്ധത്തിനകത്തൂടാണ് നമ്മൾ ഇന്ന് കാണുന്ന നിങ്ങൾ ഈ ചോദിക്കുന്ന പ്രശ്നം നിൽക്കുന്നത്. അപ്പോൾ ഇത് മാറിയാൽ, പൗരബോധം ഉണ്ടായാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യത്തില്ലെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാരെ നിലനിർത്തുന്ന രീതിയിലെ പഴയ സാധനം മുഴുവൻ പുതിയ കുപ്പിയിലാക്കി വന്നിരിക്കുന്നത്. ഈ സകല നമ്മളൊന്നും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത സകല ആഘോഷങ്ങളും എല്ലാം റോഡ് നീളം എവിടെ നോക്കിയാലും ഈ അമ്പലവും പള്ളിയും മുഴുവൻ ഉണ്ടാകുന്നതിൻ്റെ റീസൺ ഇതാണ്. വോട്ടിന് പിടിക്കാൻ പറ്റുമെന്ന് ജനാധിപത്യത്തിനകത്ത് എൻ ബ്ലോക്ക് വോട്ട് കിട്ടുമെന്ന് കണ്ടുപിടിച്ച രാഷ്ട്രീയക്കാരുടെ ലോകത്തു നിന്നാണ് നമ്മളെല്ലാവരും നിന്നാലും ഇത് തന്നെ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, രാഷ്ട്രീയക്കാർ മാത്രം കുഴപ്പം, നമ്മൾ കുഴപ്പമില്ല എന്ന് പറയല്ലേ. നമ്മൾ നിന്നാൽ ജയിക്കത്തില്ല. 10 തവണ നമ്മൾ നിന്ന് തോറ്റാലേ ജയിക്കണമെന്ന് ആലോചിച്ച അവസാനം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആൾക്കാരുള്ളടോ ഉണ്ടോ എന്ന് നോക്കി നടന്ന് നിൽക്കും. ഇത് മറക്കണം. അപ്പം ഇവിടെയാണ് ക്ലാസ് റൂമിനകത്ത് നടക്കേണ്ട പൗരബോധ നിർമ്മാണം നടന്നിട്ടില്ലാത്ത ഒരു സമൂഹത്തിനകത്തെ രാഷ്ട്രീയമായിട്ടുള്ള പരാജയമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ലോകവ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ പള്ളിയും അമ്പലവും വീണ്ടും പഴയതുപോലെ സകല പ്രഭാവത്തോടെ, അത് പണവും മുഴുവൻ അവരുടെ കയ്യിലായിട്ടുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ പെരുമാറുകയും ചെയ്യും. പാടും. ഇത് മാറ്റിയെടുക്കണമെന്ന് ആലോചിച്ചാൽ നല്ല പണിയാണ്. ഈ പറയുന്ന ക്ലാസ് റൂം മുഴുവനും മാറ്റേണ്ടത്. ബ്രിട്ടീഷുകാരുടെ ഒപ്പം അധികാരം പങ്കെടുക്കാൻ വേണ്ടിയാണ് പണ്ട് സ്കൂളെല്ലാം ഉണ്ടാക്കിയത്. നമ്മുടെ ആൾക്കാരെ ഭരണത്തിൽ കയറ്റാനാണ്. ആ ക്ലാസ് റൂമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ജനാധിപത്യം, ഇതുവരെ ഭരണഘടന വായിച്ചിട്ടില്ലാത്ത സ്കൂളാണുള്ളത്. പബ്ലിക് സ്കൂളിൽ എന്താണ്? സർവ്വമത പ്രാർത്ഥനയാണ്. അത് അവിടെ വരെ എത്തിയിട്ടുള്ളൂ നമ്മൾ. അല്ലാതെ ഭരണഘടനാപരമായി തുല്യ അവകാശമുള്ള, പൗരബോധമുള്ള ആളുകളെ സൃഷ്ടിക്കുന്ന ക്ലാസ് റൂം, പൗരരെ ഉണ്ടാക്കുന്ന ക്ലാസ് റൂം ഇതുവരെ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിന് ഉത്തരവാദി നമ്മളെല്ലാവരുമാണ്. അല്ലാതെ ആരെങ്കിലും മാത്രം മറ്റുള്ളവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇലക്ഷന് നിൽക്കാത്തത് കൊണ്ട് നല്ല ആളുകളായിട്ട് ഇവിടെ വന്നിരിക്കുന്നതേ ഉള്ളൂ നിങ്ങളെല്ലാവരും, ഞാൻ സഹിതം. അതുകൊണ്ട് അങ്ങനല്ല, നമ്മുടെ പണിയാണിത്. പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കേണ്ടതുണ്ട്, പൗരബോധ നിർമ്മാണം നടത്തേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഘടനാപരമായ മാറ്റങ്ങൾ വരുത്താതെ നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കത്തില്ല.